തെരഞ്ഞെടുപ്പ് നമ്മൾ തുടങ്ങുന്നത് ഈ വോട്ട് എണ്ണി തുടങ്ങുന്ന ചുങ്കത്തറ അൻവറിനെ സംബന്ധിച്ചിടത്തോളം എത്ര നിർണായകമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയല്ലേ. സ്വാഭാവികമായിട്ടും ഈ ചുങ്കത്തറയിൽ നിന്ന് വരുന്ന റിസൾട്ട് അടക്കം ഈ അൻവർ ഇഫക്റ്റ് നിൽക്കുമോ പോകുമോ തീർന്നോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് സൂചന ഉണ്ടാകും. UDF-ന്റെ LDF-യും പ്രതീക്ഷ എന്താണ് ഈ ചുങ്കത്തറ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്? ചുങ്കത്തറ നാലാമതായിട്ട് എണ്ണുന്ന പഞ്ചായത്താണ്. അതായത് വഴിക്കടവിനും മൂത്തേടത്തിനും പോത്തുകലിനും ശേഷം എടക്കരയ്ക്കും പോത്തുകലിനും ശേഷം അഞ്ചാമതായിട്ടാണ് ചുങ്കത്തറയിലേക്ക് വരിക. ചുങ്കത്തറയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അതുവരെ ലീഡ് ചെയ്തിരുന്ന UDF പ്രതീക്ഷിക്കുന്ന 3 പഞ്ചായത്തുകൾക്ക് ശേഷം LDF-ന് പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തായി പോത്തുകലിലേക്ക് വരുന്നു. പോത്തുകലിൽ UDF-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളില്ല. അവിടെ LDF-ന്റെ ഒരു മേഖലയാണ്. അവിടെ അൻവർ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ ഈ ഒരു 3 പഞ്ചായത്തുകളിൽ നിന്ന്, അതായത് വഴിക്കടവ്, എടക്കര, മൂത്തേടം തുടങ്ങിയ 3 പഞ്ചായത്തുകളിൽ നിന്ന് UDF നേടുന്ന ലീഡിനെ മറികടക്കാനുള്ള ട്രെൻഡ് LDF-നുണ്ടോ എന്നുള്ളത് പോത്തുകല്ലിൽ അറിയാൻ കഴിയും. അതിനുശേഷമാണ് ചുങ്കത്തറയിലേക്ക് വരുന്നത്. അതായത് LDF പോത്തുകല്ലിൽ ലീഡ് നേടുകയോ UDF-ന്റെ ലീഡ് കുറയ്ക്കുകയോ ചെയ്താൽ തുടർന്ന് എത്തുന്നത് ചുങ്കത്തറയിൽ. ചുങ്കത്തറയിൽ LDF-നും UDF-നും ഒരുപോലെ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ നേടുന്ന വോട്ടുകൾ സമാസമമായാൽ ശേഷം നഗരസഭയാണ് പിന്നീട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 8000 എന്ന അല്ലെങ്കിൽ UDF നേടുന്ന ലീഡ് കുറയ്ക്കാനുള്ള ട്രെൻഡ് ഉണ്ടോ എന്നുള്ളത് പോത്തുകലിൽ അറിയാൻ കഴിയും. ആ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ചുങ്കത്തറയിലും നഗരസഭയിൽ അറിയാൻ കഴിയും. അവിടെയൊക്കെ തുല്യ ശക്തികളായിട്ടാണ് ചുങ്കത്തറയിലും നഗരസഭയിലൊക്കെ LDF-ന്റെയും UDF-ന്റെയും സാധ്യതകളെ കാണുന്നത്. ഇവിടെ രഞ്ജിത്ത് ഈ പറഞ്ഞ മാതിരി ക്രോസ് വോട്ടിംഗ്, ഈ ക്രോസ് വോട്ടിംഗ് ഒരു പക്ഷേ അതൊരു തോൽവി മുന്നിൽ കണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണോ PV അൻവറിനെ തർക്കം? 75,000 മുകളിൽ കിട്ടുമെന്നുള്ള അൻവറിന്റെ പ്രതീക്ഷ അതൊക്കെ അസ്ഥാനത്താണ്. അൻവറും കൂടെ നിന്നപ്പോഴാണ് അവിടെ ഒരു വലിയ വിജയത്തിലേക്ക് 80,000-ന് മുകളിൽ വോട്ടിലേക്ക് അൻവർ എത്തുകയും ഒരു വിജയത്തിലേക്ക് 2770 ആണെങ്കിൽ പോലും അവിടുത്തെ ജനകീയനായിരുന്ന VV പ്രകാശിനെ പരാജയപ്പെടുത്തി 2ാം തവണയും അൻവറിന് നിയമസഭയിലേക്ക് എത്താൻ കഴിയുന്നത്. പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. അൻവർ LDF വിടുന്നു, UDF-ന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. പലവിധ പ്രസ്താവനകൾ തീരുന്ന സമയമാണ്. ആ സമയത്ത് ഇത്രയും വലിയൊരു അവകാശവാദത്തിലേക്ക് PV അൻവർ കടക്കുന്നത് ഇനി അത് എത്ര വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുക. അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾക്ക് പോലും വിശ്വാസമില്ലാത്ത കാര്യമാണ്. 10,000 വോട്ട് 15,000 വോട്ട് പരമാവധി ഫീൽഡിൽ ജോലി ചെയ്ത ആളാണ് CV അനുമോദന് അറിയാം. അത് വളരെ വ്യക്തമായി തന്നെ അൻവർ പ്ലസ് LDF ആണ് ഈ 80,000-ന് മുകളിലേക്ക് എത്തിച്ചത്. LDF മൈനസ് അൻവർ എന്നുള്ളത് അല്ലെങ്കിൽ അൻവർ മൈനസ് LDF എന്നുള്ളത് എത്ര വോട്ടുകളുടെ സ്വാധീനം അൻവറിന് ഉണ്ടാകും എന്നുള്ളതാണ്. 19,000 വോട്ടുകൾ LDF മൈനസ് അൻവർ, UDF മൈനസ് അൻവർ, അൻവർ പ്ലസ് മൈനസ് ആ തരത്തിലാണ്. ഈ ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് അനുമോദി, ക്രോസ് വോട്ടിംഗ് അൻവർ പറയുന്നത് അൻവർ എടുക്കുന്ന മുൻകൂർ ഒരു ജാമ്യം എടുക്കലാണെന്ന് പറയാം. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും പറയുന്നു കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല BJPക്ക്. BJP-യിൽ നിന്നും UDF-ലേക്ക് ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രതികരണമൊക്കെ ചില മാധ്യമങ്ങളുടെ മുന്നിൽ മോഹൻ ജോർജ് നടത്തിയിട്ടുണ്ട്. അതും ഈ കഴിഞ്ഞ സമയത്തൊക്കെയാണ്. അതായത് ഈ ക്രോസ് വോട്ടിങ്ങിന്റെ ആരോപണം അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന അൻവറിന്റെ ഭാഗത്ത് മാത്രമല്ല ഉണ്ടാകുന്നത് നിലമ്പൂരിൽ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറഞ്ഞ BJP-യിൽ നിന്ന് ക്രോസ് വോട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് 2 തരത്തിൽ തന്നെ ഉണ്ട്. ഒന്ന്, മോഹൻ ജോർജ് പറഞ്ഞതുപോലെ അനുഭാവികളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. മോഹൻ ജോർജ് ഇവിടെ ഈ മേഖലയിൽ കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ട് വലിയ അടുപ്പമുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വോട്ടിനായി സമീപിക്കുമ്പോൾ ഇത്തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ LDF വിജയിക്കുന്നൊരു സാഹചര്യം വരുമെന്ന് പറഞ്ഞ് അനുഭാവികളായിട്ടുള്ളവർ, അതായത് മോഹൻ ജോർജിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലുള്ളവർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് BJP-യുടെ വോട്ടുകളിൽ, അതായത് BJP-യുടെ വോട്ടുകളിൽ ഹിന്ദു വിഭാഗത്തിലെ നായർ ഈഴവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം LDF-ന് അനുകൂലമായിട്ട് പോയിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. 2 തരത്തിലുള്ള ക്രോസ് വോട്ടുകൾ BJP-യിൽ നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ മുന്നിൽ കാണുന്നത്. ഒന്ന്, സ്വരാജിലേക്ക് ഹിന്ദു വിഭാഗത്തിലെ നായർ ഈഴവ വോട്ടുകളിൽ ഒരു വിഭാഗം പോയിട്ടുണ്ട് എന്നുള്ളതും, രണ്ടാമതായിട്ട് ക്രൈസ്തവ വിഭാഗത്തിൽ മോഹൻ ജോർജിന് അനുകൂലമായി വന്നേക്കാവുന്ന വോട്ടുകളിൽ ഒരു വിഭാഗം മോഹൻ ജോർജിന് വോട്ട് ചെയ്താൽ UDF പരാജയപ്പെടും
അല്ലെങ്കിൽ LDF വിജയിക്കുമെന്ന സാഹചര്യത്തിൽ അത് UDF അനുകൂലമായി പോയിട്ടുണ്ട് എന്നുള്ള സാഹചര്യം. ഈ രണ്ട് കാര്യവും ഇവിടെ NDAയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു പരാജയം ഫേസ് ചെയ്താൽ LDF ഉന്നയിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന് ഈ BJP വോട്ടുകൾ UDF. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിൽക്കില്ല. ഈ ക്രോസ് വോട്ടിംഗ് ആണ് വിഷയമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മറ്റേ CPM BJP ആരോപണമൊക്കെ പാലക്കാടും നിലമ്പൂരും ഒക്കെ ഉന്നയിച്ചതാണ് UDF. ഇത് അങ്ങോട്ട് തിരിച്ചറിയും, ഇത് ഏത് രീതിയിലായിരിക്കും 10 മാസം ഓടുക എന്നുള്ളത് കൂടിയാണ് രഞ്ജിത്ത്. അതായത് 1,74,667 പേർ ബൂത്തിലെത്തി പോൾ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. ഏതാണ്ട് 75.87% പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നിലയേക്കാൾ കൂടുതൽ പോളിംഗ് സംഭവിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിലെ ഇത്തവണത്തെ പ്രത്യേകത. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത് ഏത് തരത്തിൽ ആരെ സഹായകരമാകും ആ പോളിംഗ്. പുതുതായി വോട്ടർമാരായി ചേർത്തക്കപ്പെട്ട 7,700ഓളം ആളുകളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നിർണായകമായ പല കാര്യങ്ങളും നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നവരാണ് നിലമ്പൂർ. പക്ഷെ അപ്പോഴും പിടികിട്ടാത്ത കാര്യം 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അപ്പോഴൊക്കെ സിറ്റിംഗ് UDFന്റെ സിറ്റിംഗ് സീറ്റ് UDFും LDFന്റെ സിറ്റിംഗ് സീറ്റ് LDFും നിലനിർത്തിയ ഒരു പാറ്റേൺ ആണ് കണ്ടത്. പക്ഷേ ഇതിപ്പോ സിറ്റിംഗ് MLA സ്വതന്ത്ര മുന്നണിയിൽ UDF വേറെ, സിറ്റിംഗ് MLA നിന്ന മുന്നണി വേറെ, അങ്ങനെ ഇതേത് പാറ്റേണിലേക്ക് പോകും എന്നുള്ളത് കൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യം. 10 മാസമാണ് ഈ ആരാണെങ്കിലും ഈ MLAക്ക് കസേരയിൽ നിൽക്കാൻ കഴിയുക. പക്ഷേ അത് 3 മുന്നണികൾക്കും അഭിമാന പ്രശ്നമായി മാറുന്ന വിഷയമാണ്. എനിക്ക് തോന്നുന്നു VV അരുണിലേക്ക് കൂടെ നമുക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് മുമ്പ് നമുക്ക് അരുണിലേക്ക് പോകാമെന്ന് PCR പറയുന്നു. അരുൺ, ഒരു നീണ്ട സമയം തന്നെ ഫീൽഡിലുണ്ടായിരുന്നു അരുൺ അവിടെ. ഇത് വലിയ അവകാശവാദങ്ങൾ PV അൻവർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നെല്ലാം കേട്ടതാണ്. ഈ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും ഏറ്റവും അവസാന മണിക്കൂറുകളും പറഞ്ഞു കേൾക്കുന്നത് മുഴുവൻ ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യമാണ്. അത് UDF ക്യാമ്പിൽ നിന്ന്, BJPയുടെ ക്യാമ്പിൽ നിന്ന് വരുന്നു, അൻവറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഏത് തരത്തിലേക്കാണ് പ്രതീക്ഷകൾ? വോട്ടുകളെല്ലാം UDFിലേക്ക് എന്നാണ് ഈ ആരോപണം ഉന്നയിച്ച 2 ആളുകൾ പറയുന്നത്. ഈ വോട്ടുകളെല്ലാം UDFിലേക്ക്. അത് എന്താണ് അരുൺ മനസ്സിലാക്കേണ്ടത്? ഒപ്പം LDF ഈ ആരോപണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇതുവരെ LDFിന്റെ പ്രതികരണം വന്നിട്ടില്ല. ഏതായാലും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിപരീതമായാൽ, പ്രതികൂലമായാൽ LDFിന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ആയുധങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ് PV അൻവറും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജും എന്ന് പറയാം. കാരണം NDA സ്ഥാനാർത്ഥി പ്രത്യേകിച്ചും പറയുന്നത് തൻ്റെ വോട്ടുകൾ കൂടി ഇടതുമുന്നണി ജയിക്കാതിരിക്കാൻ വേണ്ടി UDFിലേക്ക് പോയി, ആര്യയുടെ ശോകത്തിൽ പോയി എന്നാണ്. അവിടെ ഇടതുമുന്നണിക്ക് പറഞ്ഞു നിൽക്കാൻ ചില കാര്യങ്ങളുണ്ടാക്കാം. പക്ഷേ ഇവിടെ ഇടതുമുന്നണി പ്രതീക്ഷകൾ ഏറ്റവും നമ്മൾ പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന പഞ്ചായത്തുകൾ, പോത്തുകൽ പഞ്ചായത്ത് അവരുടെ ശക്തി കേന്ദ്രമാണ്. പ്രധാനമായും എംസുറാൻ ജന്മദേശം കൂടിയാണ് പോത്തുകൽ. അതുകൊണ്ട് അവിടെ അവർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള പഞ്ചായത്തുണ്ട്. കരുളായി പഞ്ചായത്തുണ്ട്, അമരമ്പലം പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ. ഇത്രയും സ്ഥലങ്ങളാണ് ഇടതുമുന്നണിക്ക് ഒരു ലീഡ് അവർ പ്രതീക്ഷിക്കുന്ന, ലീഡിന് സാധ്യതയുള്ളത് അവർ കാണുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പോത്തുകൽ പഞ്ചായത്ത് തന്നെ ആദ്യം എടുക്കാം. പോത്തുകല്ല് M സ്വരാജിന്റെ ജന്മസ്ഥലമാണ്. അവിടെ CPMന്റെ ശക്തി കേന്ദ്രമാണ്. CPMന് വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു മേഖലയാണ് പോത്തുകല്ല്. അവിടെ സ്വാഭാവികമായും ഒരു ലീഡ് LDF പ്രതീക്ഷിക്കുന്നു. ഇതിലൊരു കണക്ക് 1000 മുതൽ 1500 വോട്ട് വരെ ഒരു ലീഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവിടെ ഇടത് കേന്ദ്രങ്ങൾ, CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. പോത്തുകൽ അത്ര പോരാ. CPMന്റെ ശക്തി പഞ്ചായത്തിലെ ശക്തി നോക്കുമ്പോൾ അത്ര പോരാ. എങ്കിൽ പോലും അവിടെ ഈ PV അൻവർ അവിടെ ഒരു CPMന്റെ ഒരു ഭാഗം വോട്ടെങ്കിലും പിടിച്ചുകൊണ്ട് പോകാമെന്ന് കൂടി CPM ആശങ്കപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ഈ ലീഡ് 1000 മുതൽ 1500 വരെ എന്ന ലീഡ് CPM ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. കരുളായി CPMന്റെ കോട്ടയാണ്, ശക്തി കേന്ദ്രമാണ്. കണ്ണൂരിലേക്ക് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയാവുന്ന പോലുള്ള സംവിധാനം ഇല്ലെങ്കിൽ പോലും വലിയൊരു ശക്തി കേന്ദ്രമാണ് CPMന്റെ കരുളായി. അത്രയധികം സംഘടനാ സ്വാധീനമുള്ള മേഖല.